Where were you last week? അമ്മയ്ക്ക് അസുഖം കൂടുതലായിരുന്നു മാം. ഈ ഒരു എക്സ്ക്യൂസ് ലക്ഷ്മി ഈ വർഷം എത്രാമത്തെ പ്രാവശ്യം പറയുന്നതെന്ന് അറിയാമോ? ഗോ ഔട്ട്. ഇന്ന് മുഴുവൻ പുറത്ത് നിന്ന് പഠിച്ചാൽ മതി. നാളെ പാരന്റ്സ് വരട്ടെ, ക്ലാസ്സിൽ കയറണോ വേണ്ടേന്ന് എന്നിട്ട് ആലോചിക്കാം. മാം അത് ഷട്ട്. ഒരു മടിയുമില്ലാതെ നുണ പറയാൻ കുട്ടിക്ക് എങ്ങനെ പറ്റുന്നു? കഴിഞ്ഞ വെനസ്ഡേ കുട്ടിയുടെ അച്ഛനും അമ്മയും ബസ്സിൽ കയറി പോണത് ഞാൻ കണ്ടതാണല്ലോ. മകൾക്ക് മന്ത്ലി ടെസ്റ്റ് ഉള്ളപ്പോൾ മാത്രം അമ്മയ്ക്ക് അസുഖം വരുന്നത് എങ്ങനെയാണെന്ന് അവർ നേരിട്ട് വന്ന് പറയട്ടെ. റെപ്യൂട്ടഡ് ആയ സ്കൂളിൽ PTA ഹെൽപ്പിൽ ഫീസില്ലാതെ പഠിക്കുമ്പോൾ നിങ്ങളെ പോലുള്ളവർ പഠിപ്പിനോടെങ്കിലും ജസ്റ്റിസ് കാണിക്കണം. Clear from the class. I say clear out. Last day we discussed about law of constant proportion. In a compound such as water, the ratio of mass of hydrogen to the mass of oxygen is always 1:8. Whatever the source of water, if 9g of water is decomposed, ലക്ഷ്മിക്ക് വയ്യാന്ന് തോന്നുന്നു. Ashwati, what are you doing there? ലക്ഷ്മി, അയ്യോ ലക്ഷ്മി, എന്താ ലക്ഷ്മി? ലക്ഷ്മി, ലക്ഷ്മി എന്ത് പറ്റി? അയ്യോ മോളെ, ലക്ഷ്മി എന്ത് പറ്റി? അമ്മയ്ക്കല്ല മാം, ഇവൾക്ക് അസുഖം. പേഷ്യൻ്റ് ആണെന്ന് സ്കൂളിൽ അറിയണത് ഇവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണെന്നാണോ പറയണത്? പ്രാർത്ഥിക്കല്ലാതെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് വേറെ എന്താ വഴി സാർ? മാസാമാസം ഡയാലിസിസിന് കൊണ്ടുപോകുന്നത് തന്നെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ചാ. കോയമ്പത്തൂര് ഭാര്യയുടെ ഒരു ചേട്ടനുണ്ട്. മൂപ്പരുടെ പരിചയത്തിലുള്ള ആശുപത്രിയിലാണ് ചികിത്സ. ഡോക്ടർ എന്താ പറയുന്നത്? കാശുണ്ടെങ്കിൽ ഡോണറുണ്ട്. രക്തം പരിശോധിച്ചപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ചേരൂല. ലക്ഷങ്ങളുടെ കാര്യമല്ലേ, എന്നെക്കൊണ്ട് കൂട്ടിയാ കൂടണ്ടേ? ലക്ഷങ്ങളെന്ന് വെച്ചാ എത്ര വേണമെന്നാ? 4-5 ലക്ഷം. സ്വന്തമായിട്ടൊരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവന് ആര് തരാനാ ഇത്രയും പണം? ഞാൻ തന്നാലോ? ഡോക്ടറോട് സംസാരിച്ചിട്ട് ഓപ്പറേഷനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ. ഇത്രയും പണം? എൻ്റെ മകളാണെങ്കിൽ ഞാൻ ചെയ്യില്ലേ? അവളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടല്ലേ ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി എനിക്ക് മോളെ പോലെയല്ലേ. അവൾക്കൊരാവശ്യം വരുമ്പോൾ ഞാനല്ലേ സഹായിക്കേണ്ടത്? ഔദാരിയാണെന്നൊന്നും വിചാരിക്കണ്ട, കടമായിട്ട് കൂട്ടിയാൽ മതി. ഇല്ല സാറേ, മരക്കമ്പനിയിലെ കണക്കെഴുത്ത് പണി കൊണ്ട് ഈ ജീവിതകാലത്തൊന്നും എനിക്കത് തിരിച്ചു തരാൻ കഴിയില്ല. വേണ്ട, ലക്ഷ്മി പഠിച്ച് മിടിക്കുകയെ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞാനത് തിരിച്ചു മേടിച്ചോളാം, പോരെ? ആവശ്യമുള്ളവന് നൽകുമ്പോഴേ പണത്തിന് വിലയുള്ളൂ എന്ന് പറയാറില്ലേ? ഇപ്പം അതിനാവശ്യം നിങ്ങൾക്ക്. പണമില്ലാത്തതുകൊണ്ട് മോളുടെ അസുഖം മാറാതിരിക്കണ്ട. ഫോട്ടോ നല്ലതൊന്നും ഇരിപ്പില്ല എന്നാ അവള് പറയണത്. പുതിയതൊരെണ്ണം എടുപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കാം. ഓ ധാരാളം മതി. അങ്ങോട്ട് തന്നിട്ടുള്ള കുറിപ്പില് അവന്റെ ഇമെയിൽ അഡ്രസ് ഉണ്ടല്ലോ, നേരിട്ട് അവനെ തന്നെ അയച്ചാലും മതി. അപ്പൊ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു ഉറപ്പിക്കല്ലേ? അതെന്ത് കാര്യം? അല്ല, പെങ്ങളെ എങ്ങനെ പന്തലിന്ന് പുറത്തിറക്കി വരണമെന്ന് അജേന്ദ്രൻ നായർക്ക് മറ്റാരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. വേണ്ടത് ചെയ്യുമെന്ന് നമുക്കറിയാം. തന്റെ 3% കമ്മീഷനല്ലേ, അതങ്ങ് തരും. അപ്പൊ ഇറങ്ങാം. വരട്ടെ അച്ഛനാരെ. അവളെവിടെ? അകത്തുണ്ട്. അജയനോട് നിനക്കൊരു സൂചന കൊടുക്കായിരുന്നു. ഇതിപ്പോ നമ്മളെല്ലാം അറിഞ്ഞിട്ട് അവനീന്ന് മാത്രം ഒളിപ്പിച്ചു എന്ന് വരുമ്പോ. അവരെ സംഭാവന പിരിക്കാൻ വന്നവരല്ല. ഇനിയുള്ള കാലം മകള് കഴിയേണ്ടത് ആ വീട്ടിലാ. ഇങ്ങനെ പെരുമാറാനായിരുന്നെങ്കിൽ അച്ഛനൊന്നും ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. ഇനിയിപ്പോ ഈ വയസ്സുകാലത്ത് പെരുമാറ്റശീലം മാറ്റിയെടുക്കാന്ന് വെച്ചാ ഇത്തിരി കഷ്ട. വേണ്ടി വരും. ആ ചെറുക്കനെ MBA-കാരനാ. എന്നിട്ടും ഈ ഓണം കയറാ മൂലയിൽ വന്ന് പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചതേ കറവക്കാരൻ അച്ഛൻ നായരുടെ മോളായതുകൊണ്ടൊന്നുമല്ല, അജേന്ദ്രൻ നായരുടെ പെങ്ങളായതുകൊണ്ട് തന്നെ. അപ്പൊ ഇത്തിരി ബഹുമാനം കൂടുതൽ കൊടുക്കേണ്ടി വരും. എങ്കിൽ താലി കെട്ടാൻ അജേന്ദ്രൻ നായർ തന്നെ കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വരും. ഇത് ഈ വക കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അവളുടെ മനസ്സറിയണ്ടടാ. എന്താ അവളുടെ മനസ്സിൽ? നിന്നോട് നല്ല നേരം നോക്കി പറയാനിരിക്കുകയായിരുന്നു ഞാൻ. അവൾക്കൊരു ചെറുക്കനെ ഇഷ്ടോ? പ്രേമോ ചുറ്റിക്കറങ്ങലോ ഒന്നുമില്ല, ഒരിഷ്ടം. പള്ളിമുക്കിലെ ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ് ഇല്ലേ, അവിടെ DTP ചെയ്യണ ചെറുക്കനാ സജീവൻ. ഞാൻ അവനെ കണ്ട് സംസാരിച്ചതാ. അവനാവുമ്പോ നമ്മുടെ നിലയ്ക്കും ചേരും. ഓഹോ, അപ്പൊ എല്ലാരും കൂടി തീരുമാനം എടുത്തിട്ട് എന്നൊരു കോമാളിയാക്കാൻ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെക്കായിരുന്നു അല്ലേ? എന്നാ പിന്നെ എന്റെ തീരുമാനം ഞാൻ പറയാം. എന്റെ പെങ്ങൾ എന്നെ അനുസരിക്കും. ഞാൻ നിശ്ചയിച്ച ചെറുക്കനെ തന്നെ അവള് വിവാഹം കഴിക്കും. അത് നടക്കില്ലേട്ടാ. വേണ്ട, കയ്യാങ്കളി വേണ്ട. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ തല്ലാൻ ചേട്ടനെന്നല്ല ആർക്കും അവകാശമില്ല. അവളുടെ കാര്യം തീരുമാനിക്കാനുള്ള പ്രായം അവൾക്കായി. അതെ,
എല്ലാവരും അവരവരുടെ തീരുമാനങ്ങൾ എടുക്കണം, ഞാനും. അതുകൊണ്ട് എന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള തീരുമാനം പറയാം. ഞാൻ നിശ്ചയിച്ചത് സമ്മതിച്ചില്ലെങ്കിൽ ഇറങ്ങിക്കോണം ഈ നിമിഷം ഇവിടുന്ന്. ഇങ്ങനൊരു പെങ്ങൾ എനിക്ക് വേണ്ട. അജേട്ടാ, വേണ്ട. നീയും കൂടി അറിഞ്ഞിട്ടാണ് ഈ നാടകം എന്ന് എനിക്കറിയാം. വിശദീകരിക്കാൻ നിൽക്കണ്ട. ശ്രീകരം മോളെ, എന്നാ ഇനി വൈകിക്കണ്ട. ആ പെട്ടിയെടുത്തു. കോളേജിലേക്ക് അവിടെ നിന്നും പോവാലോ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? വരട്ടെ. ഇന്നത്തെ യോഗത്തിന് മാണിക്കോത്ത് അജയചന്ദ്രൻ നായർ കൂടിയുണ്ട്. വിളിക്കാൻ രമേശൻ പോയിട്ടുണ്ട്. അയാൾ കമ്മിറ്റിയിലില്ലല്ലോ, പിന്നെന്തിനാ? ഇത് വെറും കമ്മിറ്റി അല്ലല്ലോ. ഇത്തവണത്തെ ഉത്സവം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള യോഗല്ലേ. അപ്പൊ അജയചന്ദ്രൻ നായരും കൂടി ഉണ്ടാവുന്നതിൽ ഒരു തെറ്റില്ല. അതാ ഞാൻ പറയുന്നത്. പ്രസിഡന്റായ ഞാൻ അറിയാതെയോ? ഇതിലിപ്പോ അങ്ങനെയൊന്നും നോക്കാനില്ല എന്റെ രവീന്ദ്ര. കയ്യിൽ കാശുള്ള ഒരാള് ചെലവാക്കാനൊരിടം തരുമോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്ന് കരുതിയാ മതി. അമ്പലത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ അജയന് താല്പര്യമുണ്ടെന്ന് ശരി തന്നെയാ. എന്ന് വെച്ച് നനഞ്ഞയുടെ കുഴിക്കാനാണ് പ്ലാനെങ്കിൽ അത് വേണ്ട. അയാള് പണ്ട് യുക്തിവാദി ആയിരുന്നില്ലേ സുഗത? ഇപ്പൊ കാശൊക്കെ ആയപ്പോ ദൈവം വേണമെന്നായോ? അതെ, പണ്ടേ നേദ്യച്ചോറുണ്ടാക്കാൻ വാങ്ങിച്ചു വെച്ച അരി ചാക്കോടെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ലോ ഷാരി താൻ. അത്രയും ദ്രോഹമൊന്നും ഒരു യുക്തിവാദി ദൈവത്തോട് ചെയ്യില്ല. തർക്കം വേണ്ട. ഉത്സവം നടത്താൻ ആർക്കും സംഭാവന തരാം. പക്ഷേ അതിന് തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയില് അങ്ങനെ പെട്ടെന്ന് ഒരാൾ പുറത്തുനിന്ന് കയറുമെന്ന അഭിപ്രായം പറയണ്ട. അതെ, എത്തിട്ടോ. അജയേട്ടൻ എത്തി. ഷാരടി ഒന്ന് എഴുന്നേറ്റേ. ഞാനോ? പിന്നല്ലാണ്ട് ഷാരടി എഴുന്നേക്ക്. ഷാരടി എഴുന്നേറ്റ് അങ്ങനെ മാറ്. വരണം ഇരിക്കൂ. നമസ്കാരം. അപ്പൊ എങ്ങനെയാ ഇത്തവണത്തെ ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ? അജയേന്ദ്രൻ നായർ പങ്കെടുക്കുന്ന ഒരു യോഗത്തില് നിങ്ങളില്ലാതെ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുമോ? നല്ല കഥ. എന്തേ? എല്ലാ കൊല്ലത്തെയും പോലെ ഇത്തവണയും ഉത്സവം നടക്കും. അതിനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അത് തന്നെ. ചെറുമംഗലം ക്ഷേത്രത്തിന് ഒരു പാരമ്പര്യമാണ്. അത് 4 പേര് അറിയുന്ന പോലെ തന്നെ ഉത്സവം നടത്തണം. പേരിനൊരു എഴുന്നള്ളിപ്പും മേളവും മാത്രമൊന്നും പോരാ. അതെ, ഒരു ഗംഭീര വെടിക്കെട്ട് സഹിതം ഉത്സവം പൊടി പിടിക്കണം. അതൊന്നും ഇവിടെ പതിവില്ല. പതിവില്ലാത്തൊന്നും തുടങ്ങിയേക്കേണ്ട കാര്യമില്ല. ഇതാണ് കുഴപ്പം. എല്ലാം ചെറിയ രീതിയിൽ മതി എന്നുള്ള ചിലവരുടെ കാഴ്ചപ്പാടുണ്ടല്ലോ, അത് മാറണം. വെടിക്കെട്ട്, മിമിക്രിയും കലാപരിപാടികളൊക്കെ ആയിട്ട് ഉത്സവം അങ്ങോട്ട് കെങ്കേമാവണം. അതിനെന്താ ചെലവെന്ന് വെച്ചാ അത് മുഴുവൻ ഞാൻ അങ്ങോട്ട് തരും. അതിന്റെ ആവശ്യമില്ല ജയ. അതിനല്ലേ കമ്മിറ്റിയും പിരിവൊക്കെ. എന്ത് കമ്മിറ്റി? അജയേട്ടൻ തീരുമാനിച്ച ഉത്സവം അജയേട്ടൻ നടത്തും. അതെങ്ങനെ പറ്റും? പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താ? എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാ പിന്നെ പ്രസിഡന്റിന്റെ വിയോജന കുറിപ്പോടെ അത് കമ്മിറ്റി തീരുമാനിച്ചു അങ്ങോട്ട് മനസ്സിലാക്കാം. ഉത്സവം നടത്താൻ മറ്റൊരു താൽക്കാലിക കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യാം. എന്താ? എന്തിനാ താൽക്കാലിക കമ്മിറ്റി? ഞാൻ ഈ സ്ഥാനത്ത് ഒഴിഞ്ഞാ പോരെ? അതിപ്പോ തന്നെ ആവാ. രവീന്ദ്രനും അജയേന്ദ്രൻ നായരും തമ്മിൽ പണ്ടെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കരുതി അത് തീർക്കേണ്ട അമ്പല കമ്മിറ്റിയിലല്ല. എടോ കുറുപ്പേ, സകല സ്ഥലത്തും അനാവശ്യമായിട്ട് എടുത്തു വളയ്ക്കുന്ന തന്റെ നാവ് എന്റെ നേരെ നീട്ടിയാലുണ്ടല്ലോ, പ്രായം നോക്കില്ല, അടിച്ചു ചെവിക്കല് ഞാൻ പൊട്ടിക്കും. അപ്പോ ഉത്സവ കമ്മിറ്റിയുടെ മാത്രല്ല അജയേന്ദ്രൻ നായർ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയാലും ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. അതെ, അജയൻ അതിനൊന്നും സമയം ഉണ്ടാവില്ല. വലിയ തിരക്കുള്ള ആളല്ലേ. തിരക്കുണ്ട് സുഗത. അമ്പലത്തിന്റെ കാര്യല്ലേ? ഈശ്വര നിശ്ചയം അങ്ങനെ അച്ഛാ ആവാതെ പറ്റുമോ? പ്രസിഡന്റ് അച്ഛാ പ്രസിഡന്റ്. എന്തേ? അത് തന്നെ. ആ സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് യോഗ്യൻ അജയേന്ദ്രൻ നായർ തന്നെയാ. സംശയമില്ല. എനിക്ക് സംശയം വേണ്ട. നോക്കിക്കോ, അജയേട്ടൻ ഇനി ഈ നാട്ടിലൊരു പ്രസ്ഥാനമാകാൻ പോവുകയാണ്. മഹാപ്രസ്ഥാനം.